പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ NTPCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം 3 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ 4ാമത്തെ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ബിറ്റ്വീൻ 100 and 200 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 12. എന്താ പറഞ്ഞേക്കുന്നത്? 12 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 100നും 200നും ഇടയ്ക്കുള്ള എത്ര നമ്പറുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പറുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 100നും 200നും ഇടയിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 3 രീതിയിൽ ചെയ്ത് പഠിക്കാം. 3 രീതിയിൽ നമുക്കിത് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ക്യാച്ച് ആവുന്നത് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ സമാന്തര ശ്രേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു നമ്പർ ശ്രേണിയാണ് അല്ലേ? ABCD എന്ന് പറയുന്ന ഒരു നമ്പർ ശ്രേണിയാണ്. ആ ശ്രേണിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ നമ്പർ പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞാൽ അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ നിന്നും A കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ബിയിൽ നിന്ന് A കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും, ഒരു ഡിഫറൻസ് കിട്ടും അല്ലേ? അതേ ഡിഫറൻസ് തന്നെ ആയിരിക്കും സിയിൽ നിന്നും B കുറച്ച് കഴിഞ്ഞാലും, അതേ ഡിഫറൻസ് തന്നെ ആയിരിക്കും ഡിയിൽ നിന്നും C കുറച്ച് കഴിഞ്ഞാലും. അങ്ങനെ തൊട്ടടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോമൺ നമ്പർ ആയിരിക്കും. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ നമ്പറിനെ വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. അങ്ങനെ കോമൺ ഡിഫറൻസ് ഉള്ള അരിത്തമെറ്റിക്, അങ്ങനെ കോമൺ ഡിഫറൻസ് ഉള്ള നമ്പേഴ്സ് പാറ്റേൺസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് മനസ്സിലായല്ലോ. എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ. ഇതിനകത്തിലെ ആദ്യ പദത്തെ നമ്മൾ ഒന്നാം പദം എന്ന് വിളിക്കും, ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. എയെ നമ്മൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം എന്ന് വിളിക്കും. ബിയെ നമ്മൾ രണ്ടാം പദം എന്ന് വിളിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ടേം എന്ന് വിളിക്കും. സി എന്ന് പറയുന്ന മൂന്നാം ടേം അല്ലെങ്കിൽ മൂന്നാം പദം അല്ലെങ്കിൽ തേർഡ് ടേം എന്ന് വിളിക്കും. ഡിയെ നമ്മൾ നാലാം പദം അല്ലെങ്കിൽ ഫോർത്ത് ടേം എന്ന് വിളിക്കും അല്ലേ? അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ടേം വേണമെങ്കിലും നമുക്ക് പറയാം. 50ാമത്തെ ടേം, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്തിൽ 50ാമത്തെ ടേം, 60ാമത്തെ ടേം, 80ാമത്തെ ടേം, 100ാമത്തെ ടേം, 150ാമത്തെ ടേം, അങ്ങനെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് പറയാം. ഈ ഓരോ ടേമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കിയേ. x1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ ടേം, x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം രണ്ടാമത്തെ ടേം, x3 എന്ന് പറയുന്നാൽ മൂന്നാമത്തെ ടേം, x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ടേം, x15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ാമത്തെ ടേം. അങ്ങനെ പോയി നമ്മൾ പറയുകയാണ് ഇതിനൊരു അവസാനമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ എന്ത് ടേം, അവസാന ടേമിനെയാണ് നമ്മൾ എന്ത് ടേം എന്ന് വിളിക്കുന്നത്. എന്ത് ടേം മീൻസ് ലാസ്റ്റ് ടേം എന്നാണ് അർത്ഥം. എന്ത് ടേം, അവസാനത്തെ ടേം. ആ ടേമിനെ നമുക്ക് XN എന്ന് വിളിക്കാം. അവസാന ടേമിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? XN എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യ ടേം എന്താണ്, രണ്ടാം ടേം എന്താണെന്നൊക്കെ മനസ്സിലായി, കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി, XN എന്ന് പറയുന്നത് മനസ്സിലായി അല്ലേ? XN എന്ന് പറയുന്ന എന്ത് ടേം, ഇതിനകത്തിലെ ഏതോ ഒരു ടേം, എത്രാമത്തെ ടേം ആണെന്ന് പറയുന്നില്ല. XN എന്ന് വെച്ചാൽ എത്രയോ ടേം. എന്നിൻ്റെ അവിടെ നമ്മൾ 10 കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം 10ാമത്തെ ടേം. എന്നിൻ്റെ അവിടെ നമ്മൾ 20 കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം 20ാമത്തെ ടേം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുമ്പോൾ അത്രാമത്തെ വാല്യൂ. മനസ്സിലായോ? എന്നിന് നമ്മൾ 100 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 100ാമത്തെ ടേം. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിനകത്തിലെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a+n-1 × d ആയിരിക്കും. a+n-1 × d ആയിരിക്കും. a എന്ന് പറയുന്ന ഫസ്റ്റ് ടേമിനെയാണ് a എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് 50ാമത്തെ ടേമാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്തിലെ 50ാമത്തെ ടേം. xn എന്ന് പറയുന്ന എന്ത് ടേമിനകത്തിലെ XN കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് ടേം ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ 50ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? അപ്പോൾ ഉദാഹരണം പറയാണ്, 50ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് എഴുതണം? x50 എന്ന് വെച്ചാൽ 50ാമത്തെ ടേം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം പദം പ്ലസ് 50ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 - 1. ഇവിടെ എന്നിൻ്റെ അവിടെയാണ് നമ്മൾ 50 എന്ന് കൊടുത്തേക്കുന്നത് അല്ലേ? n = ആണ് 50. അപ്പോൾ 50 - 1 × d ചെയ്താൽ നമുക്ക് 50ാമത്തെ ടേം കിട്ടും. മനസ്സിലായോ?
ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ ഇക്വേഷൻ എപ്പോഴും പഠിച്ചിരിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഇക്വേഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് അവർക്ക് വേണ്ട ഇക്വേഷൻ. ഇങ്ങനൊരു ചോദ്യം കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ ഇത് മാത്രമാണ്. എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ? a+n-1 × d. എന്താണ് എന്ത് ടേം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചാണെങ്കിൽ 100-നും 200-നും ഇടയ്ക്കുള്ള ടേമാണ് കാണേണ്ടത് അല്ലേ. 100-നും 200-നും ഇടയ്ക്കുള്ള 100-നും 200-നും ഇടയ്ക്കുള്ള ടേംസ് കാണണം. പക്ഷേ അതിന് ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനൊരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടുണ്ട്, ഡിവിസിബിൾ ബൈ 12 ആണ്. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. 100-നും 200-നും ഇടയ്ക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ആദ്യം എഴുതി നോക്കണം. ഇത് നോക്കി അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 100-നെ 12 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. 100-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ. 8 92, 8 ചെയ്യുമ്പോൾ 96 കിട്ടും. ബാലൻസ് 4 വരും. ബാലൻസ് 4 വരും. അങ്ങനെയാണെങ്കിൽ 12 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 96 കിട്ടുന്നത് അല്ലേ. 12 × 8 ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടുന്നത്. തൊട്ടടുത്ത നമ്പർ എന്നിട്ട് നോക്കിയാൽ 12 × 9, 12 × 9 ചെയ്യുമ്പോൾ നമുക്ക് 108 കിട്ടും. കണ്ടോ, 100 കഴിഞ്ഞ് അല്ലേ, 100-നുള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ ടേം 108. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യ ടേം എന്ന് പറയുന്നത് 108. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 108 ആദ്യ ടേം. ആദ്യ ടേം എത്രയാണ്? 108. അതേപോലെ തന്നെ അവസാന ടേം കാണും. അവസാന ടേം എന്ന് വെച്ചാൽ 200-നുള്ളിലായിരിക്കണം. 200-നുള്ളിലായിരിക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ 200-നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. 200-നെ 12 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. ഓക്കെ ആണോ? 16 കിട്ടും. 192. അതായത് 16 × 12 ചെയ്താൽ അല്ലെങ്കിൽ 12 × 16 ചെയ്താൽ നമുക്ക് 192 കിട്ടും. 12 × 17 ചെയ്ത് കഴിഞ്ഞാൽ 200-ന് മേളിൽ പോകും. 200-ന് മുകളിൽ പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 12 × 16 എന്ന് എടുക്കുക. 12 × 16 192. 192 ലാസ്റ്റ് ടേം. 192 ലാസ്റ്റ് ടേം. മനസ്സിലായോ? അപ്പം 108 ഫസ്റ്റ് ടേമാണ്. 192 ലാസ്റ്റ് ടേമാണ്. 192 ലാസ്റ്റ് ടേം. അപ്പം 108 ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. 198 എന്ന് പറയുന്നത് x1 ആണ്. ഇനി 192 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. പക്ഷെ അത് എത്രാമത്തെ ടേം ആണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ പറയാം ഇത് എന്ത് ടേം ആണ്? ലാസ്റ്റ് ടേം ആണ്. xn ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. എന്താ ഇക്വേഷൻ? xn = a+ എന്ന് വെച്ചാൽ ആദ്യ പദം അല്ലേ, 108. a+n-1 × d. ഇവിടുത്തെ n എത്രയാണെന്ന് അറിയില്ല നമുക്ക്. n-1 × d. d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് എത്ര? 12 അല്ലേ. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 108-ൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ +12 കൂട്ടണം. അടുത്ത നമ്പറിൻ്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? +12 കൂട്ടണം അല്ലേ. അങ്ങനെ 12 കൂട്ടിപ്പോകുന്നുണ്ട്. ഇവിടുത്തെ n എന്ന് പറയുന്നത് 12 ആണ്. ദെൻ xn എത്രയായിട്ട്? 192 ആണ്. 192 = 108 + 12 × n 12n - 12 × 1 12. ഇനി എന്ത് ചെയ്യണം? ഈ 198 - 12, 198-ൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 96 കിട്ടും. 96 എന്ന് കിട്ടും. ഓക്കെ ആണോ? 96 + 12 n എന്ന് കിട്ടിയത്. 96 + 12 n. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം n = n എന്ന് പറയുന്നത് എന്താ? ആദ്യം ഈ 96-നെ 192-ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. 192 - 96. 192 - 96 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ 12n അല്ലേ, 12 ഗുണിച്ചിരിക്കുകയാണ്. 12-നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഡിവിഷൻ ആവും. 12-നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ആൻസർ എത്ര കിട്ടും? 192-ൽ നിന്നും 96 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും ബാക്കി? ആൻസർ 96 ഡിവൈഡ് ബൈ 12. ആൻസർ എത്ര കിട്ടും നമുക്ക്? 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടി. ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് എന്ത് ടേമിൻ്റെ നമ്പർ അല്ലെങ്കിൽ എന്ത് ടേം ഏത് സ്ഥലത്ത് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്നിൻ്റെ പൊസിഷൻ. ആ എന്നിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 8 ആണ്. എന്ന് വെച്ചാൽ x8 8ാമത്തെ ടേമാണ് 192. 8ാമത്തെ ടേമാണ് 192. അതായത് ആ ഒരു സീക്വൻസിനകത്തിൽ എത്ര ടേം ഉണ്ട്? 8 ടേം ഉണ്ട്. 8 ടേം. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നു. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് വഴി ഏത് ഇക്വേഷൻ? xn = a+n-1 × d എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതാണ് ഒന്നാമത്തെ വഴി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ വഴി നോക്കിയേ. രണ്ടാമത്തെ വഴി ഇവിടെ നോക്കിയേ. 100-നും 200-നും ഇടയ്ക്കാണല്ലേ. 100-നും 200-നും ഇടയ്ക്കുള്ള 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ
1 മുതൽ 200 വരെയുള്ള 1 മുതൽ 200 വരെയുള്ള സംഖ്യകളിൽ എത്ര തവണ 12 കൊണ്ട് ഗുണിക്കുന്ന അല്ലെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്താ 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സിനെയാണ് നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുക എന്ന് കണ്ടുപിടിക്കുക. മനസ്സിലായ? 1നും 200നും ഇടയിൽ എത്ര നമ്പേഴ്സിനെയാണ് നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുക എന്ന് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? 200 ഡിവൈഡ് ബൈ 12 ചെയ്യുക. 200 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 16 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. 16 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. നമ്മൾ 60 എന്ന് എടുക്കുക, 16 എന്ന് എടുക്കുക, 16 എന്ന് എടുത്തു. ഓക്കെ. ഇനി 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിനകത്തിൽ എത്ര നമ്പേഴ്സിനെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. 1 മുതൽ 100 വരെയുള്ളതിനകത്തിൽ എത്ര നമ്പേഴ്സിനെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? നമ്മൾ എന്ത് ചെയ്യുക? 100 ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ നമുക്ക് 8 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. 8 പോയിൻറ്റ് സംതിങ് കിട്ടും. നമ്മൾ 8 എന്ന് എടുക്കുക. ഇപ്പം 16 എന്ന് എടുത്തു, 8 എന്ന് എടുത്തു. ഇതേ നോക്കിയാൽ 1 മുതൽ 12 വരെ ഉള്ളതിനകത്തിൽ എത്ര നമ്പേഴ്സ് 12 കൊണ്ട് ഓക്കെ. 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിനകത്ത് 16 നമ്പേഴ്സിനെ 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിനകത്ത് 16 നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അതേപോലെ 1 മുതൽ 100 വരെയുള്ളതിനകത്തിൽ 1 മുതൽ 100 വരെയുള്ളതിനകത്ത് 8 നമ്പേഴ്സിനെ എന്ത് ചെയ്യാം? നമുക്ക് 8 നമ്പേഴ്സിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബാക്കി 100നും 200നും ഇടയിൽ എത്ര നമ്പേഴ്സ് കാണും? 16ൽ നിന്നും ഈ 8നെ അങ്ങ് മൈനസ് ചെയ്യണം. ബാക്കി എത്ര കിട്ടും? 8 നമ്പേഴ്സ് എന്ന് കിട്ടും. 16ൽ നിന്നും 8നെ അങ്ങ് മൈനസ് ചെയ്യുക. ബാക്കി 8 നമ്പേഴ്സ് എന്ന് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കിയേ. 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിനകത്ത് 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിനകത്ത് ആകെ 16 നമ്പറുണ്ട്. ഇനി 1 മുതൽ 100 വരെയുള്ളതിനകത്ത് 1 മുതൽ 100 വരെയുള്ളതിനകത്ത് 8 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന 100 മുതൽ 200 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യായിരിക്കും? ഈ 16ൽ നിന്നും ഈ 8 മൈനസ് ചെയ്യുന്നതായിരിക്കും ബാക്കി 8. മനസ്സിലായോ? സിമ്പിളായിട്ടുള്ള വഴി. എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 200നെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. 200നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. വേണ്ട, 16 മാത്രം എടുക്കുക. അതേപോലെ 100 ഡിവൈഡ് ബൈ 12 ചെയ്യുക. നമുക്ക് 8 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. വേണ്ട, 8 മാത്രം എടുക്കുക. 16 മൈനസ് 8 ചെയ്യുക. ഇതാണ് ആൻസർ. സിമ്പിളായിട്ടുള്ള വഴി. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഇനി ഇതുമല്ല, അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നോക്കിക്കോ. എന്താ നമ്മൾ പറഞ്ഞത്? 100നും 200നും ഇടയിലാണ് അല്ലേ? 100നും 200നും ഇടയിലാണ് അല്ലേ? 100നും 200നും ഇടയിലുള്ള ആദ്യത്തെ നമ്പർ കണ്ടുപിടിച്ചു. 100നും 200നും ഇടയിലുള്ള ആദ്യത്തെ നമ്പർ 108 ആണ് അല്ലേ? 100നും 200നും ഇടയിലുള്ള ആദ്യത്തെ നമ്പർ 108 ആണ്. ഈ 108 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 108 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയ? 12നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 108 കിട്ടുക? 12നെ 9 കൊണ്ട് ഗുണിച്ചാലാണ് 108 കിട്ടുക. 12നെ 9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 108 കിട്ടും. 9 കൊണ്ട് ഗുണിച്ചാൽ 108 കിട്ടും. മനസ്സിലായോ? 12നെ 9 കൊണ്ട് ഗുണിച്ചാൽ 108 കിട്ടും. 12നെ 9 കൊണ്ട് ഗുണിച്ചാൽ 108 കിട്ടും. അതേപോലെ ഇവിടെ നോക്കിയേ. ഇവിടെ ലാസ്റ്റ് നമ്പർ 192 ആണെന്ന് മുമ്പേ കണ്ടുപിടിച്ചു അല്ലേ? 200 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 16 സംതിങ് എന്ന് കിട്ടും. അതായത് 12 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് 192 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 192 എന്ന് പറയുന്നത് 12 ഇൻറ്റു 16 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. 16 ചെയ്യുമ്പോൾ മനസ്സിലായോ? പറഞ്ഞു കേട്ടോ. 12 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 108 ആയ ആദ്യത്തെ നമ്പർ കിട്ടും. 12 ഇൻറ്റു 16 ചെയ്യുമ്പോൾ 192 ആയ അവസാനത്തെ നമ്പരും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 16 ഉണ്ട് അല്ലേ? 9ൻ്റെ തൊട്ടടുത്ത നമ്പർ 10, 11, 12, 13, 14, 15, ദെൻ 16 അല്ലേ? എത്ര നമ്പേഴ്സായി? 1, 1, 2, 3, 4, 5, 6, 7, 8 നമ്പർ. കണ്ടോ? ആൻസർ ഇങ്ങനെയും കണ്ടുപിടിക്കാം. 8 പേരുണ്ട്. ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ടെന്ന് ഇങ്ങനെയും കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 വഴി പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് എളുപ്പം പറ്റുന്നത് അത് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് 2√3 ദെൻ ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ്. ഇവിടെ നോക്കിയേ. ഒരു ക്യൂബ് എന്ന് പറയുന്ന ഏത് രൂപം വരുന്നത്? ഇതാണ് ക്യൂബ് അല്ലേ? ഇതാണ് ക്യൂബ്.
ഈ ക്യൂബിൻ്റെ ഒരു സൈഡ് 2√3 ആണ്. 2√3 ആണ് ഒരു സൈഡ് എങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ. ഈ ക്യൂബിൻ്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. ഈ ക്യൂബിൻ്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. നമ്മൾ ഏരിയ കാണുമ്പോൾ ദേ ഈ ഒരു സൈഡ് മാത്രം ആദ്യം ഏരിയ കാണുക. ഇനി എത്ര സൈഡുണ്ട് ഒരു ക്യൂബിന്? എത്ര സൈഡുണ്ട്? ഒരു ക്യൂബിന് 6 സൈഡുകളാണുള്ളത്. 6 സൈഡ്. ദേ ഇവിടെ ഒരു സൈഡ് 1, ഇത് 2, ഇത് 3, ദേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു സൈഡ് കാണും 3 അല്ലേ. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 കണ്ടോ, 4. താഴെ ഒരു സൈഡുണ്ട് 5, ഇതിൻ്റെ ബാക്കിലൊരു സൈഡുണ്ട് 6. അപ്പോൾ ഒരു ക്യൂബിന് 6 മുഖങ്ങളാണുള്ളത്. ഒരു ക്യൂബിന് 6 മുഖങ്ങളാണുള്ളത്. ഒരു ക്യൂബിന് 6 മുഖങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് തന്നിട്ടുണ്ട് 2√3. നമ്മളടുത്ത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഈ 6 മുഖങ്ങളുടെയും ഏരിയ കാണണം. 6 മുഖങ്ങളുടെയും ഏരിയ കാണണം. ഇവിടെ നോക്കിയേ, ഒരു സൈഡ് നമുക്കിങ്ങനെ വെട്ടി മാറ്റി വെച്ചാൽ നമുക്കറിയാം ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് സ്ക്വയറാണ്. 2√3 ഒരു സൈഡ് 2√3 ആണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2√3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a² ആണ്. അതുകൊണ്ട് 2√3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. 2ൻ്റെ സ്ക്വയർ എത്ര? 2ൻ്റെ സ്ക്വയർ 4 ആണ്. √3യുടെ സ്ക്വയർ 3 ആണ് അല്ലേ. √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? √3 × √3 ആണ്. √3 × √3 എത്ര കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 4 × 3 12. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 ആണ്. എന്ന് വെച്ചാൽ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 cm² ആണ്. ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 cm² ആണ്. അങ്ങനെയുള്ള എത്ര മുഖങ്ങളുണ്ട് ഒരു ക്യൂബിന്? 6 മുഖങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 × 12 ആണ്. 6 × 12 എത്ര കിട്ടും? 72 cm². 72 cm². ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ആദ്യം ഒരു സൈഡാണ് തന്നിരിക്കുന്നത് ക്യൂബിൻ്റെ. എന്നിട്ട് നമ്മുടെ അടുത്ത് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൈഡ് വെച്ച് ഒരു മുഖത്തിൻ്റെ, ഒരു വശത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഒരു ഭാഗത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കുക. ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a² ആണ്. 2√3 ദ ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ. ഇനി എത്ര മുഖങ്ങളുണ്ട് ഒരു ക്യൂബിന്? 6 മുഖങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 × 6 72 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദി ഗിവൺ ഓൾട്ടർനേറ്റീവ്. താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓഡ് 1 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ, മാർച്ച്, ജൂലൈ, ജൂൺ. ഓക്കെ, 4 മാസങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് ഈ 4 മാസങ്ങളുടെ പ്രത്യേകത എന്ന് നോക്കുക. ഡിസംബർ നോക്കിയാൽ മാർച്ച് എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട് അല്ലേ. ജൂൺ എത്ര മാസമുണ്ട്? ജൂൺ 30 ദിവസം. ജൂൺ എത്ര ദിവസമുണ്ട്? ജൂൺ 30 ദിവസമേ ഉള്ളൂ. ജൂലൈ 31 ദിവസമുണ്ട്. ജൂലൈ 31 ദിവസമുണ്ട്. ഡിസംബർ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. ഇവിടെ നോക്കിയേ, ഡിസംബർ 31 ദിവസമുണ്ട്, മാർച്ച് 31 ദിവസമുണ്ട്, ജൂലൈ 31 ദിവസമുണ്ട്. ജൂൺ മാത്രം എത്ര ദിവസമേ ഉള്ളൂ? 30 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഓഡ് 1 എന്ന് പറയുന്നത് ജൂൺ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഇൻവെസ്റ്റ് ഓഫ് A, B and C are in the ratio 1/2 = 1/3 = 1/4, if the total profit is Rs 15,600 for 1 year, then find the highest profit share. എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും സിയും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങി. എയും ബിയും സിയും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങി. എ, ബി, സി 3 പേരും കൂടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1/2, 1/3, 1/4. അവരുടെ ഇൻവെസ്റ്റ് തമ്മിലുള്ള അംശബന്ധം എന്താണ്? റേഷ്യോ എന്താണ്? 1/2, 1/3, 1/4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് പി ആണെങ്കിൽ ആ പിയുടെ 1/2 ഭാഗം എ ഇട്ടതാണ്, 1/3 ഭാഗം ബി ഇട്ടതാണ്, 1/4 ഭാഗം സി ഇട്ടതാണ്. ഓക്കെ, അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭവും ഏത് അംശബന്ധത്തിലായിരിക്കും വീതിക്കപ്പെടുന്നത്? മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും പ്രോഫിറ്റും ഷെയർ ചെയ്യപ്പെടുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും പ്രോഫിറ്റും എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവരുടെ പ്രോഫിറ്റായ 15,600 രൂപ ഏത് അംശബന്ധത്തിലായിരിക്കും അവർ 1/2 1/3 1/4 എന്ന അംശബന്ധത്തിലായിരിക്കും വീതിച്ചെടുക്കുന്നത്. അവരുടെ ഈ പ്രോഫിറ്റ് 15,600 എന്ന് പറയുന്ന പ്രോഫിറ്റും 1/2 1/3 1/4 എന്ന അംശബന്ധത്തിലായിരിക്കും വീതിച്ചെടുക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്?
അപ്പോൾ അതേ നോക്കിയേ, അപ്പോൾ നമ്മൾ ഈ അംശബന്ധം ഈ റേഷ്യോ തന്നേക്കുന്ന 1/2 ഫ്രാക്ഷനകത്തിലാണ് നമുക്ക് റേഷ്യോ തന്നേക്കുന്നത് അല്ലേ. ഈ റേഷ്യോസ് നമ്മൾ ഫ്രാക്ഷൻ എന്ന രീതിയിലാണ് തന്നേക്കുന്നത്. ആദ്യം നമുക്ക് ആ ഫ്രാക്ഷനെ ഒന്ന് മാറ്റി എഴുതാം. ആ ഫ്രാക്ഷൻ ഒന്ന് മാറ്റിയിട്ട് ഒരു പൂർണ്ണ നമ്പേഴ്സിലേക്ക് ഈ അംശബന്ധത്തെ കൊണ്ടുവരാം. അതിന് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2 1/3 1/4 ആണ് അല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യുക, 2 3 4 ഇതിൻ്റെ LCM ആദ്യം കണ്ടു നോക്കാം. 2 3 4ൻ്റെ LCM കാണുന്നു. 2 3 4 LCM കാണുക. 2 കൊണ്ട് ചെയ്യാം 1 3 2 1 3 2 അല്ലേ. ദേ നോക്കിയേ, അടുത്ത 3 കൊണ്ട് ചെയ്യാം 1 1 2, അടുത്ത 2 കൊണ്ട് ചെയ്യാം 1 1 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 2 × 2 4 4 × 3 12 എന്നുള്ളതാണ് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 12. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ LCM കിട്ടി 12 എന്നുള്ള LCM കിട്ടി. ഈ 12 കൊണ്ട് ഓരോ അംശബന്ധത്തെയും ഗുണിക്കുക. 12 × 1/2 നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, 6 എന്ന് കിട്ടും അല്ലേ. ഇനി 12 × 1/3 12 × 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. അതേപോലെ 12 × 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ അംശബന്ധത്തിന് പകരം നമുക്ക് ആരെയൊക്കെ എഴുതാം, 6 4 3 6 4 3. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അംശബന്ധം എന്നുള്ളത് നമ്മുടെ റേഷ്യോ തന്നേക്കുന്നത് ഫ്രാക്ഷനകത്തിലാണ്. ആ ഫ്രാക്ഷനെ നമ്മൾ മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്, അതിൻ്റെ LCM കണ്ടിട്ട് ആ LCMനെ എല്ലാവരെയും കൊണ്ട് ഗുണിച്ചു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ അംശബന്ധം 6 4 3 ഉള്ളതാണ് നമ്മുടെ അംശബന്ധം. അപ്പോൾ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 15,600 ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 6:4:3 എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ ABC അല്ലേ. റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാണ്, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഹയസ്റ്റ് പ്രോഫിറ്റ് ഷെയർ. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഷെയർ കിട്ടുന്ന ആർക്കാണ്? ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഷെയർ ആർക്കായിരിക്കും കിട്ടുന്നത്, Aക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിരിക്കും Aക്ക് കിട്ടാൻ പോകുന്നത്, എത്ര രൂപയായിരിക്കും, എത്ര ലാഭമായിരിക്കും Aക്ക് കിട്ടാൻ പോകുന്നത്? Aക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എത്ര ഭാഗമായിരിക്കും, 6 + 4 + 3 അല്ലേ. 13ൽ 6 ഭാഗം Aക്ക് കിട്ടും. 13ൽ 6 ഭാഗം ആർക്ക് കിട്ടും, Aക്ക് കിട്ടും. അതേപോലെ 13ൽ 4 ഭാഗം Bക്ക് കിട്ടും. 13ൽ 3 ഭാഗം Cക്കും കിട്ടും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ അംശബന്ധം എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 13ൽ 6 ഭാഗം Aക്കുള്ളതാണ്, 13ൽ 4 ഭാഗം Bക്കുള്ളതാണ്, 13ൽ 3 ഭാഗം Cക്കുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 13ൽ 6 ഭാഗമാണ്. എന്ന് വെച്ചാൽ 15,600ൻ്റെ 13ൽ 6 ഭാഗം കാണുക. 13ൽ 6 ഭാഗം കാണണം. ഓക്കെ, എങ്ങനെയായിരിക്കും ആൻസർ എത്ര കിട്ടും? 15,600ഉം 13ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1,200 എന്ന് കിട്ടും. 1,200 × 6 7,200. 7,200 രൂപ ആർക്ക് കിട്ടും, Aക്ക് കിട്ടും. Aയുടെയാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് ഷെയർ. ഓക്കെ ആണോ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് അംശബന്ധത്തിലാണോ ചെയ്യുന്നത് അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും പ്രോഫിറ്റും വീതിക്കപ്പെടുന്നത്. ഇവിടെ അംശബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അനുപാതം എങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത്, ഫ്രാക്ഷൻ രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഫ്രാക്ഷനിൽ നിന്നും മാറ്റി ഫ്രാക്ഷൻ്റെ LCM കണ്ടിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഒരു പൂർണ്ണ നമ്പറിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ലാഭം കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ ഓപ്ഷൻ that will fill in the blank and complete the given series 4 8 12 16. ഓക്കെ, 4 8 12 16 ഈ ഒരു സീരീസിലെ അടുത്ത നമ്പർ കണ്ടുപിടിക്കുക. ഈ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. 1 × 4 1 × 4 2 × 4 3 × 4 4 × 4 അങ്ങനെയാണെങ്കിൽ 5 × 4 എത്രയായിരിക്കും, 20 ആയിരിക്കും അല്ലേ. 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16. അടുത്ത എത്രയായിരിക്കും, 5 × 4 20 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. DEF ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ് AB BC CA ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ DEF ഈസ് വാട്ട് % ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC? ക്വസ്റ്റ്യൻ നോക്കിയേ, 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്. 10ാം ക്ലാസ്സിനെ ബേസ് ചെയ്ത് നോക്കിയേ. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലേ. അതിൻ്റെ സൈഡാണ് AB BC CA എന്ന് പറയുന്ന സൈഡ്. ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ, മിഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ AB എന്ന് പറയുന്ന സൈഡിൻ്റെ നടുക്കുള്ള പോയിൻറ്റിനെയാണ് നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ AC എന്ന് പറയുന്ന
സൈഡിൻ്റെ നടുക്കുള്ള പോയിൻറ്റിനെ നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് വിളിക്കും. സി ബി എന്ന് പറയുന്ന ലൈനിൻ്റെയും നടുക്കുള്ളതിനെയും നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് വിളിക്കും. ഇത് ചേർത്ത് വെച്ച് അവരൊരു ട്രയാങ്കിൾ വരച്ചു. ഇതിങ്ങനെ ചേർത്ത് വരച്ചപ്പോൾ അവർക്കൊരു ട്രയാങ്കിൾ കിട്ടി. കണ്ടോ? ഇനി നമുക്കൊരു പേര് കൊടുക്കാം. അതിനൊരു പേര് കൊടുത്തു, ഡി ഇ എഫ് എന്ന് പേര് കൊടുത്തു. DEF എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഈ DEF എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളായ ABCയുടെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എത്ര ശതമാനമാണ് ചെറിയ ട്രയാങ്കിളായ DEFൻ്റെ ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു 2-3 പോയിന്റ് നിങ്ങൾ കാണാൻ പഠിക്കുക. ഈ ട്രയാങ്കിളിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സൈഡുകളുടെയും മിഡ് പോയിന്റുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, അല്ലേ? എല്ലാ സൈഡുകളുടെയും മിഡ് പോയിന്റുകൾ ചേർത്ത് വെച്ചാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലൊരു കാര്യം പഠിക്കും. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, AB എന്ന് പറയുന്ന വശത്തിൻ്റെ ഈ ട്രയാങ്കിളിലെ മറ്റ് 2 വശങ്ങളിലെ മിഡ് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വര എന്താ പറഞ്ഞിരിക്കുന്നത്? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിലെ 2 സൈഡിലെ മിഡ് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയായിരിക്കും എന്ന് പറയാറുണ്ട്. മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയായിരിക്കും എന്ന് വെച്ചാൽ AB എന്ന് പറയുന്ന വശത്തിൻ്റെ പകുതിയായിരിക്കും FE. മനസ്സിലായോ? FE എന്ന് പറയുന്ന സൈഡ് ABയുടെ പകുതിയായിരിക്കും എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ നോട്ടാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകളുടെ മിഡ് പോയിന്റ് തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വര അത് മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയായിരിക്കും എന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് ഇവിടെ വേണം. അതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷനും കൂടെ നിങ്ങൾ പഠിക്കുക. 2 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. അതിൻ്റെ വശങ്ങളുടെ സ്ക്വയറിൻ്റെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള അംശബന്ധം ഇവിടെ പറയുകയാണെങ്കിൽ 2 ട്രയാങ്കിളായിട്ട് നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ ABCയുടെ ഏരിയയും ട്രയാങ്കിൾ DEFൻ്റെ ഏരിയയും തമ്മിലുള്ള അംശബന്ധം എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ 2 സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ട്രയാങ്കിൾ ABCക്ക് അതിലൊരു സൈഡാണ് AB എന്ന് പറയുന്നത്, ABയുടെയും അതേപോലെ FE എന്ന് പറയുന്നതും FE എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് FE. ആ 2 സൈഡിൻ്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. ഇവിടെ നോക്കിയേ, AB എന്ന് പറയുന്ന സൈഡ് കണ്ടോ? ABയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ FE എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞു FE എന്ന് പറയുന്ന ഹാഫ് AB² ആണ്. അതായത് ഹാഫ് AB ആണ്. അതായത് ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ ഹാഫ് AB² എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ AB² ഡിവൈഡഡ് ബൈ ഹാഫിൻ്റെ സ്ക്വയർ 1/4 ഇൻറ്റു AB². ഓക്കെ, AB² കൂടെ ക്യാൻസൽ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയ ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ന് പറയുന്നതും ട്രയാങ്കിൾ DEFൻ്റെ ഏരിയ എന്ന് പറയുന്നതും എന്തായിരിക്കും? 1/4 ആയി. 1/4. ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യുമ്പം നമുക്ക് പറയാം ട്രയാങ്കിൾ ABC ഇൻറ്റു 1/4 ഈക്വൽ ടു ട്രയാങ്കിൾ ABC ഇൻറ്റു 1/4 ഈക്വൽ ടു ട്രയാങ്കിൾ DEF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ട്രയാങ്കിൾ ABCയുടെ 4/1 ഭാഗമാണ് ട്രയാങ്കിൾ DEF. ട്രയാങ്കിൾ ABCയുടെ 4/1 ഭാഗമാണ് ട്രയാങ്കിൾ DEF. അതായത് ട്രയാങ്കിൾ ABCയുടെ 25% ട്രയാങ്കിൾ DEF. 4/1 എന്ന് വെച്ചാൽ എത്ര? 25% എന്നല്ലേ ട്രയാങ്കിൾ DEF. ഓക്കെ ആണോ പറഞ്ഞത്? ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഒരു ട്രയാങ്കിളിലെ 2 സൈഡിൻ്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയായിരിക്കും എന്ന് പഠിക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളിവിടെ പഠിക്കേണ്ടത് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോ ആയിരിക്കും. ഓക്കെ, 2 കാര്യങ്ങൾ പഠിക്കുക. അടുത്ത് നോക്കിയേ, എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്. സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഫ്രം ദ ഗിവൺ വൺസ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. താഴെ ഒരു സീരീസ് കൊടുക്കുന്നുണ്ട്, അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം പൂരിപ്പിക്കുക.
ഓക്കെ നോക്കാം. ഈ 8, 24, 12 മിസ്സിംഗ് ആണ് 18, 54. ഓക്കെ നോക്കാം. 8ഉം 24ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 8ഉം 24ഉം 8 × 3 ആണ് 24 അല്ലേ? 8 × 3 24. ഇനി 24ഉം 12ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 2. 24 ഡിവൈഡഡ് ബൈ 2 ആണ് 12. ഓക്കെ അപ്പോൾ ആദ്യമേ ഇൻറ്റു 3 ചെയ്തു, അത് കഴിഞ്ഞ് ഡിവൈഡ് ബൈ 2 ചെയ്തു അല്ലേ? അതേപോലെ ഇവിടെ ലാസ്റ്റത്തെ പ്രത്യേകത നോക്കിയേ, 18 54ആയി. 18 54ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? 18 × 3 ചെയ്തു. 18 × 3 54. 18 × 3 എത്ര കിട്ടി നമുക്ക്? 54 എന്ന് കിട്ടി. അപ്പോൾ ഇതിനിടയിലുള്ള രണ്ട് ക്രിയ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഇങ്ങനെ രണ്ട് ക്രിയ വരും അല്ലേ? ഇവിടെ 12 × 3 എന്ന് ചെയ്ത് നോക്കിയേ. 12 × 3 12 × 3 23 6 1 3 3. ഇവിടെ 36 കറക്റ്റ് ആണോ? 36 ഡിവൈഡ് ബൈ 2 ചെയ്യണം അല്ലേ? 36 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 18. കറക്റ്റ് ആൻസർ എത്ര? 36. നോക്കിയേ, ആദ്യത്തെ നമ്പറിനെ ഇൻറ്റു 3 ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് ഡിവൈഡ് ബൈ 2 ചെയ്യണം, വീണ്ടും ഇൻറ്റു 3 ചെയ്യണം, വീണ്ടും ഡിവൈഡ് ബൈ 2 ചെയ്യണം, വീണ്ടും ഇൻറ്റു 3. ഓക്കെ ആണോ? ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x³ + y³ = 35 ആൻഡ് x + y = 5. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x⁴ + y⁴. ഓക്കെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. a³ + b³ a³ + b³ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? a³ + b³ എന്ന് വെച്ച് കഴിഞ്ഞാൽ a + b the whole cube minus a + b the whole cube minus 3ab × a + b 3ab × a + b പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ ആണ്. a³ + b³ = a³ + b³ = a + b the whole cube minus 3ab × a + b 3ab × a + b. ഓക്കെ ആണോ? ഓക്കെ ഇവിടെ a³ + b³ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 35 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 35 a + b എത്ര? 5 5ൻ്റെ ക്യൂബ് മൈനസ് 3 × ab എത്ര ആണെന്ന് അറിയില്ല. ab × a + b വീണ്ടും 5 അല്ലേ? ഇവിടെ എക്ക് പകരം എക്സ് എന്നും ബിക്ക് പകരം വൈ എന്നും മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഇക്വേഷനാണ് ഒബേ ചെയ്യുന്നത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ 35 = 5ൻ്റെ ക്യൂബ് 35 = 5ൻ്റെ ക്യൂബ് എത്ര? 5ൻ്റെ ക്യൂബ് 5 25 25 × 5 125 125 മൈനസ് 3 × ab × 5 അല്ലേ? 5 × 3 15 5 × 3 എത്രയാ? 15 ab. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പ്ലസ് 125 ഈ മൈനസ് 15 ab ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം പ്ലസ് 15 ab ആയി. പ്ലസ് 15 ab = 125 35നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു മൈനസ് 35. ആൻസർ എത്ര കിട്ടും? 90 എന്ന് കിട്ടും അല്ലേ? 15 ab = 90 ആണെങ്കിൽ ab = 90 ഡിവൈഡഡ് ബൈ 15 ആൻസർ എത്ര കിട്ടും? 15. ആൻസർ 6 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ ഇത്രയും കാര്യം മനസ്സിലായോ? എന്താ നമ്മുടെ ഇക്വേഷൻ എന്താ? a³ + b³ എന്ന് പറയുന്നത് a + b the whole cube minus 3ab × a + b ആണ്. ആ ഇക്വേഷനകത്തിലേക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു? നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ എ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ 6. ab 6 ആണ്. ഇവിടെ നോക്കിയേ, എയും ബിയും അല്ലെങ്കിൽ എക്സും വൈയും, ഇവിടെ എക്സും വൈ ആണ്, എ ബി അല്ല എക്സ് വൈ എന്ന് എടുത്തു, എക്സ് വൈ. ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇവിടെ നോക്കിയേ, എക്സും വൈയും 6 എന്ന് കിട്ടി. എക്സും വൈയും 6 എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ എത്ര എന്ന് കിട്ടി? 5 എന്ന് കിട്ടി. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 6ഉം രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 5 എന്നും കിട്ടിക്കഴിഞ്ഞാൽ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതൊക്കെ കുറിച്ച് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എങ്ങനെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ അല്ലേ? എക്സും വൈയും കൂടെ ഗുണിച്ചാൽ 6 കിട്ടും. എക്സും പ്ലസ് വൈ കൂട്ടിയാൽ നമ്മൾക്ക് എത്ര കിട്ടണം? 5 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വൈ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെറും ലോജിക്ക് മാത്രമാണ്. എക്സും വൈയും കൂടെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞു? 6 കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? എന്ന് വെച്ചാൽ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടണമെങ്കിൽ സംഖ്യ ഏതൊക്കെയായിരിക്കണം? ആദ്യത്തെ സംഖ്യ നമുക്ക് 1 × 6 6 കിട്ടും അല്ലേ? രണ്ട് നമ്പേഴ്സായ 1ഉം 6ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. അത് കഴിഞ്ഞാൽ 2 × 3 ചെയ്താലും നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 2 × 3 ചെയ്താലും നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഒന്നെങ്കിൽ 1 × 6 ചെയ്താലാണ് 6 കിട്ടുക, അല്ലെങ്കിൽ 2 × 3 ചെയ്താലാണ് 6 കിട്ടുക. ഇനി നോക്കണം, 1ഉം 6ഉം കൂടെ കൂട്ടിയാൽ ദേ ഇവിടെ നോക്കിയേ, 2 നമ്പേഴ്സ് ഗുണിച്ച് കഴിഞ്ഞാൽ 6 കിട്ടുന്ന 2 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി ആ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 5 കിട്ടണം അല്ലേ. നമ്മളിവിടെ എടുത്തേക്കുന്ന x ആയ 1ഉം y ആയ 6ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 6 + 1 7 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത 2 × 3 നമുക്കറിയാം 6 ആണെന്ന്, അതായത് x 2ഉം y 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 + y x + y, അതായത് 2 + 3 നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അതായത് നമ്മുടെ 2 നമ്പേഴ്സ് ആരൊക്കെയാണ്? 2ഉം 3യുമാണ്. മനസ്സിലായോ? നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ മനസ്സിലായോ? എക്സും വൈയും കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ. 2 + 3 ആണ്, 2ഉം 3യുമാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x⁴ + y⁴ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ x കണ്ടുപിടിച്ചു, 2 ആണെന്ന് കണ്ടുപിടിച്ചു, x 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2⁴ + y എത്രയാണ്? 3 ആണ്, y 3 ആണ്. അങ്ങനെയാണെങ്കിൽ 3⁴ എത്രയാണ്? ഓക്കെ, 2⁴ എത്രയായിരിക്കും? 16 ആണ്. 2⁴ 16 ആണ്. പ്ലസ് 3⁴ എത്രയാണ്? 3⁴ 81 കിട്ടി. 16 + 81 എത്ര കിട്ടും? 7 9 97 കിട്ടി. ഓപ്ഷനകത്ത് ഓപ്ഷൻ 3 97. മനസ്സിലായോ? ഏതാ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചത്? a³ + b³ = a + b ^ 3ab/a + b എന്ന ഇക്വേഷനകത്തിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന വാല്യൂസ് ഇട്ട് നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് ab കണ്ടുപിടിച്ചു, ab അല്ലെങ്കിൽ xy കണ്ടുപിടിച്ചു. അതായത് 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടും, അതേ 2 നമ്പേഴ്സ് കൂട്ടിയാൽ 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതാണെന്ന് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാലാണ് 6 കിട്ടുക എന്ന് നോക്കുക ആദ്യമേ. എന്നിട്ട് ആ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 5 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ 5 കിട്ടുന്ന നമ്പേഴ്സ് എടുത്തു 2ഉം 3യുമാണ്. ആ 2ഉം 3യും എക്സിൻ്റെയും വൈയുടെയും വാല്യൂവിനകത്ത് ഇട്ട് കൊടുത്തിട്ട് x⁴ + y⁴ നമ്മൾ കണ്ടുപിടിച്ചു 97. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് വെൻ സീക്വൻലി പ്ലേസ്ഡ് ഇൻ ദ ഗ്യാപ്സ് ഇൻ ദ ഗിവൺ ലെറ്റർ സീരീസ് ഷാൾ കംപ്ലീറ്റ് ഇറ്റ്? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനകത്തിലെ ഇടയ്ക്കത്തെ ഒരു സീരീസ്, ഒരു ടേം ക്യാൻസലായിപ്പോയി അല്ലെങ്കിൽ മിസ്സായിപ്പോയി. ആ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കിയേ. ആദ്യത്തേനകത്ത് ABCD, രണ്ടാമത്തേനകത്ത് ACDE, മൂന്നാമത്തത് നമുക്കറിയില്ല, നാലാമത്തത് AEFG, അഞ്ചാമത്തത് AFGH. ഓക്കെ, എന്തൊക്കെ ബന്ധങ്ങളാണ് നോക്കിയേ? എല്ലാത്തിനകത്തിലും എ ഉണ്ടല്ലേ, എല്ലാത്തിനകത്തിലും എന്തുണ്ട്? എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മിസ്സിങ് ആയതിനകത്തിൽ ആദ്യത്തെ ലെറ്റർ ആരായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കുക. ABCD. ഓക്കെ, ABCD. അടുത്തത് ACDE. ഓക്കെ, അടുത്തതിനകത്തിലെ എ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കി നമ്പേഴ്സ് നമുക്ക് അറിയില്ല. അടുത്തത് നോക്കിയേ AEFG. ഓക്കെ, അടുത്തത് AFGH. നോക്കി, ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് നോക്കിയേ, എല്ലാത്തിനകത്തിലെയും ആദ്യത്തെ ലെറ്റർ എ ആണ്, എ എഴുതി. രണ്ടാമത്തെ ലെറ്റർ നോക്കിയേ BC, ഇവിടെ മിസ്സിങ് ആയിരിക്കും. എന്തായിരിക്കും? BCDEF. അടുത്ത് നോക്കിയേ CD, ഇവിടെ എന്തായിരിക്കും? EFG. കണ്ടോ, ABCDയിൽ നിന്നും ഓരോ ലെറ്റേഴ്സ് മാറി മാറിയാണ് വരുന്നത്. നോക്കിയേ, ഇവിടെ ബിയിൽ സ്റ്റാർട്ട് ചെയ്തു BCDEF, അടുത്ത സിയിൽ സ്റ്റാർട്ട് ചെയ്തു CDEFG, അടുത്ത ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു DEFGH. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിസ്സിങ് നമ്പേഴ്സ് ഏതായിരിക്കും? മിസ്സിങ് ADEF ആയിരിക്കും. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ?